വളരെ എളുപ്പത്തിൽ അവല് വിളയിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ 250 ഗ്രാം ശർക്കര എടുത്തിട്ട് നമുക്ക് ചെറുതായിട്ട് നുറുക്കിയെടുക്കണം. ശർക്കര ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നത് ശർക്കരപ്പാനി പെട്ടെന്ന് ആവുന്നതിന് വേണ്ടിയാണ്. അതിനുശേഷം അടുപ്പത്തേക്ക് വെച്ചിട്ട് നന്നായി തിളപ്പിക്കുക. അപ്പോൾ ശർക്കര ശരിക്കും ഉരുകി വരും. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് 1 കപ്പ് കാഷ്യൂ നട്ട്സ്, 1 കപ്പ് ഉണക്കമുന്തിരി, 1 കപ്പ് പൊട്ടുകടല എന്നിവ ചേർത്ത് നന്നായി ചൂടാവുന്നവരെ ഇളക്കുക. ഇതിലേക്ക് നമുക്ക് കൂടുതൽ ടേസ്റ്റിന് വേണ്ടി കപ്പലണ്ടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ അതൊന്നും ചേർത്തിട്ടില്ല. ഇത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് എള്ള് ചേർക്കുക. എള്ള് ഞാൻ നേരത്തെ ചേർക്കാതിരുന്നത് അത് ചിലപ്പോൾ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് എള്ള് ചേർത്തിട്ട് അത് ചൂടാവുന്നവരെ ഇളക്കി വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് കോരി മാറ്റാം. ഇനി അതേ പാനിൽ തന്നെ 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഒരു അരമുറി തേങ്ങ ചിരണ്ടിയത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ 1/2 കിലോ അവല് തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് അരമുറി തേങ്ങ ചേർത്തത്. കൂടുതൽ അവല് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ തേങ്ങ ചേർക്കാം. തേങ്ങ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര ഉരുക്കിയത് അതിലേക്ക് ചേർത്തിട്ട് നന്നായി തിളപ്പിച്ചെടുക്കണം. ശർക്കര നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ശർക്കര നൂൽ പരുവാവാതെ ശ്രദ്ധിക്കണം. ശർക്കര നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ 1/2 കിലോ നമ്മുടെ അവല് അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കുക. അവല് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അത് കുറേശ്ശെ ഇട്ടിട്ട് വേണം ഇളക്കിയെടുക്കാൻ. മൊത്തം ഒരുമിച്ചിടരുത്. അവല് നന്നായി ഇളക്കിയിട്ട് സ്റ്റവിൻ്റെ തീ കുറച്ച് വയ്ക്കുക. ചെറിയ ഫ്ലെയിമിലാണ് ഇത് ചൂടാക്കേണ്ടത്. അവല് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ജീരകപ്പൊടിയും കുറച്ച് ഏലക്കപ്പൊടിയും ഇട്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയും പൊട്ടുകടലയൊക്കെ ചേർത്ത് ഇളക്കിയെടുക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ റെസിപ്പി നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. കൂടുതൽ കാലം ഇത് ചീത്തയാവാതിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.